നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്ന ഒരു കൂട്ടുകെട്ട് അടുത്തിടെ സൗദി അറേബ്യയിൽ ഒപ്പുവയ്ക്കുകയുണ്ടായി. സൗദി അറേബ്യ, തുർക്കി, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ തമ്മിൽ രൂപീകരിച്ച പ്രതിരോധ കരാറാണ് നമ്മുടെ പുതിയ വെല്ലുവിളി. മെക്ക ജോയിന്റ് ഡിഫൻസ് എഗ്രിമെന്റ് എന്ന് വിളിക്കുന്ന ഈ കരാർ ഒരു സൈനിക സഹകരണ കരാറാണ്. പക്ഷേ നയതന്ത്ര വിദഗ്ധർ ഇത് നാറ്റോ സഖ്യം മാതൃകയിലുള്ള ഒരു നീക്കമായിട്ടാണ് കാണുന്നത്. നാറ്റോ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ നാറ്റോ കൂട്ടായ്മയിൽ അംഗമായ ഏതെങ്കിലും രാജ്യത്തിനെതിരെ ആക്രമണം നടന്നാൽ അത് ആ സഖ്യത്തിന് നേരെയുള്ള ആക്രമണമായി കാണുകയും ഒന്നിച്ച് തിരിച്ചടിക്കും എന്നതുമാണ് നാറ്റോയിലുള്ള പൊതുധാരണ. എന്നാൽ മറ്റൊരു കാര്യം കൂടിയുള്ളത്, ഈ പാശ്ചാത്യ നാറ്റോ സഖ്യത്തിന് സമാനമായ ആഴത്തിലുള്ള ഒരു നയതന്ത്ര ഏകീകരണമോ പ്രതികരണ സംവിധാനങ്ങളോ ഏകീകൃത കമാൻഡ് ഘടനയോ നിലവിലുണ്ടാക്കിയിരിക്കുന്ന ഇപ്പോഴത്തെ ഈ സഖ്യത്തിലില്ല. പകരം സൗദിയുടെ സാമ്പത്തിക ശേഷി, തുർക്കിയുടെ പ്രതിരോധ നിർമ്മാണ സാങ്കേതികവിദ്യ, പാകിസ്ഥാൻ്റെ സൈനിക ശക്തി എന്നിവയുടെ പരസ്പര സഹകരണമാണ് ഈ കരാറിലൂടെ അവർ ലക്ഷ്യമെടുത്തത്. യഥാർത്ഥത്തിൽ ഒരു ഇസ്ലാമിക നാറ്റോ അല്ലെങ്കിൽ കൂടിയും, പക്ഷേ അത് ഇന്ത്യയുടെ തന്ത്രപരമായ സുരക്ഷാ താൽപ്പര്യങ്ങളിൽ ഗൗരവമേറിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇന്ത്യയുമായി അടുത്ത സൗഹൃദം പുലർത്തിയിരുന്ന സൗദി അറേബ്യ പാകിസ്ഥാനുമായും തുർക്കിയുമായും കൂടുതൽ അടുക്കുന്നത് ഇന്ത്യക്ക് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. കാശ്മീർ വിഷയത്തിൽ നിരന്തരം ഇന്ത്യക്കെതിരെ സംസാരിക്കുകയും പാകിസ്ഥാന് സൈനിക സഹായം നൽകുകയും ചെയ്ത രാജ്യമാണ് തുർക്കി. തുർക്കിയും പാകിസ്ഥാനും തമ്മിൽ അടുത്ത പ്രതിരോധ ബന്ധം നിലവിൽ തന്നെയുണ്ട്. ഇതിന് പുറമെയാണ് പുതിയ കരാർ കൂടി വരുന്നത്. ഈ മൂന്ന് രാജ്യങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോൾ തുർക്കിയിൽ നിന്നുള്ള അത്യാധുനിക ആയുധങ്ങളും സാങ്കേതിക വിദ്യകളും പാകിസ്ഥാൻ സൈന്യത്തിന് ലഭിക്കാനും സാധ്യതയുണ്ട്. ഇത് ദക്ഷിണേഷ്യയിലെ സൈനിക സന്തുലിതാവസ്ഥയെ ബാധിക്കുമോ എന്ന ആശങ്ക കൂടി ഉയരുന്നുണ്ട്. ഇറാനിൽ നിന്നുള്ള ഭയവും സുരക്ഷാ ആശങ്കകളും കാരണം സൗദി അറേബ്യ ആവട്ടെ അമേരിക്കയെ മാത്രം ആശ്രയിക്കുന്ന രീതി മാറ്റിപ്പിടിക്കുക കൂടിയാണ്. ഗൾഫ് രാജ്യങ്ങളുമായും ഇസ്രയേലുമായും വളരെ കരുതലോടെയും സമതുലിതവുമായ രീതിയിലും ബന്ധം സൂക്ഷിക്കുന്ന ഇന്ത്യക്ക് ഇത് പുതിയ നയതന്ത്ര വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നു എന്നതാണ് സാഹചര്യം. അതുകൊണ്ട് നമ്മുടെ രാജ്യം പുതിയ നാറ്റോ നീക്കത്തെ, ഇസ്ലാമിക് നാറ്റോ നീക്കത്തെ വളരെ കരുതൽ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്.